ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ ഈസി ലേൺ. കേരള യൂണിവേഴ്സിറ്റി ബികോം 4th സെമസ്റ്ററിലേക്കായി ലേൺ ഈസി ലേൺ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളെ പറ്റിയൊരു ബ്രീഫിംഗ് ആണ്. പ്രധാനമായിട്ടും ഈ രണ്ട് സബ്ജക്റ്റ്, അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ രണ്ട് സബ്ജക്റ്റുമാണ് നമ്മൾ പെയ്ഡ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് 4th സെമസ്റ്ററിലേക്കായി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും, ഇതിൽ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്. ഓക്കെ, സോ അപ്പോൾ കമ്പനി അക്കൗണ്ട്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സും വരുന്നുണ്ട്. കൂടാതെ ബാങ്കിങ് കമ്പനിയെ പറ്റിയും പഠിക്കണം, ഇൻഷുറൻസ് കമ്പനിയെ പറ്റിയും പഠിക്കണം. മറ്റൊരു ടോപ്പിക്കാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അങ്ങനെ വ്യത്യസ്തങ്ങളായ ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ മൊഡ്യൂൾസ് അല്ല. നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ഉണ്ട്, ബാങ്കിങ് കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അവസാനമായിട്ട് നമുക്ക് EPS പറ്റിയും പഠിക്കാനുണ്ട്, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയും. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം വരുന്നൊരു നല്ല വലിയൊരു സബ്ജക്റ്റാണ് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റ കളക്ഷനും അനാലിസിസും വരുന്നുണ്ട്. ഈ മീൻ മീഡിയൻ മോഡൊക്കെ ഇല്ലേ, സെൻട്രൽ ടെൻഡൻസി വരുന്നുണ്ട്, ഡിസ്പേർഷൻ വരുന്നുണ്ട്, പിന്നീട് കോറിലേഷൻ, ടൈം സീരീസ് അനാലിസിസ്, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ തുടങ്ങിയ ടോപ്പിക്കുകളെല്ലാം വരുന്നതാണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റുമാണ് നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മറ്റ് 4 സബ്ജക്റ്റും, ഈ മറ്റ് 4 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ 4 സബ്ജക്റ്റ് കാണില്ല. ബികോം തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അതിൽ പലർക്കും പല രീതിയിലാവാം. നമുക്ക് ഫ്രീ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട്, ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, പ്രോജക്റ്റ് ഫിനാൻസ് വരും, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇത് കേട്ട് ടെൻഷൻ ആവണ്ട, ഈ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് 4th സെമ്മിൽ പഠിക്കാനുള്ളവരുണ്ട്. ഇത് ഓൾറെഡി 2nd സെമ്മിൽ പഠിച്ച് കഴിഞ്ഞവരുണ്ടെന്നറിയാം, അവർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് 4th സെമ്മിൽ പഠിക്കാനുള്ള ബികോം ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 4 ഫ്രീ സബ്ജക്റ്റ് വരും: ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, പ്രോജക്റ്റ് ഫിനാൻസ്, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇത്രയും സബ്ജക്റ്റും ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ പെയ്ഡായിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും വരും. സോ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും മറ്റ് കാര്യങ്ങളും അറിയാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇത് മാത്രമാണ് ലേൺ ഈസി ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ജസ്റ്റ് വാട്സാപ്പിലേക്ക് 4th സെം ക്ലാസ് ഡീറ്റെയിൽസിനെ പറ്റി ചോദിച്ചാൽ മാത്രം മതി, കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ക്ലാസ് ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയോ ഫീസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഏത് മൊഡ്യൂളാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് വർഷത്തെ സിലബസാണ് ഞാൻ പഠിക്കേണ്ടത് തുടങ്ങി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്യാം. കാര്യം പല സിലബസുകൾ മാറുന്നുണ്ട്. നമുക്ക് 2018 മുൻപൊരു സിലബസാണ്, 2018 കഴിഞ്ഞിട്ടൊരു സിലബസാണ്, ഇപ്പോൾ 4 ഇയർ ഡിഗ്രി എന്ന് പറഞ്ഞ് മറ്റൊരു സിലബസാണ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കേണ്ടുന്നത് ഏത് സിലബസാണ്, ഏത് ക്ലാസ്സാണെന്ന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഇതിൽ വാട്സാപ്പ് ചെയ്താൽ മതി, കഴിവതും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, കൃത്യമായിട്ട് മറുപടി തരാം. ഓക്കെ.